ഹലോ ഓൾ, വെൽക്കം ടു സൈറ. ഞാൻ നിങ്ങളുടെ സുജിത്താണ്. നമ്മൾ ഇന്ന് HTML നമ്മളുടെ കോഡിംഗ് പാർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കോഡിംഗ് പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രീ റിക്വസ്റ്റീസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, നമ്മുടെ സിസ്റ്റം ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ വലിയ ഹൈ എൻഡ് ലാപ്ടോപ്പ് ഒന്നും വേണമെന്നില്ല. ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് ഉള്ള ഒരു ലാപ്ടോപ്പ് മതി. നിങ്ങൾക്കൊരു i3 പ്രോസസ്സർ മതി, മിനിമം ഒരു 2GB റാം മതി. അല്ലാതെ വലിയ പ്രോസസ്സിംഗ് ഉള്ള ലാപ്ടോപ്പ് ഒന്നും വേണമെന്ന് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു OS ഉണ്ടായിരിക്കും. OS ആയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതിനോ ചെയ്യുന്നതിനോ അല്ലെ വെബ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനോ OS ഒരു പ്രശ്നമല്ല. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി വിൻഡോസ് ആയിരിക്കും. വിൻഡോസ് ഈസ് ഫൈൻ, വിൻഡോസ് ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ നമുക്ക് വിൻഡോസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വിൻഡോസ് ആണെങ്കിലോ ലിനക്സ് ആണെങ്കിലോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു ബ്രൗസറാണ്. ഇപ്പോൾ എല്ലാ സിസ്റ്റത്തിലും ഡെഫിനറ്റ്ലി ഒരു ബ്രൗസർ ഉണ്ടായിരിക്കും അല്ലേ. ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയാം. വിൻഡോസിൻ്റെ എക്സ്പ്ലോറർ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ക്രോം ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡ് എവിടെ വേണമെങ്കിലും ചെയ്യാം. അതായത് നിങ്ങളുടെ സിസ്റ്റം, നിങ്ങൾക്കൊരു വിൻഡോസ് ഉണ്ട് അല്ലെങ്കിൽ ലിനക്സ് ഉണ്ട്, ഒരു OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും കോഡിങ് എവിടെ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ടത് IDE ആണ്. ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് IDE ആണ്. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IDE ഇല്ലെങ്കിലും നിങ്ങൾക്ക് കോഡ് ചെയ്യാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വിൻഡോസിൽ നോട്ട് പാഡ് ഉണ്ടായിരിക്കും, നോട്ട് പാഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എന്നാൽ IDE യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IDE യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് നിങ്ങൾക്ക് തരും. അതായത് കുറേ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് തരും, കുറേ എറർ കറക്ഷൻസ്, സിൻടാക്റ്റിക്കലി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് നിങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ ഇച്ചിരൂടെ സ്പീഡപ്പ് ആക്കും. അപ്പോൾ അതിനായിട്ട് ഒരുപാട് IDEs ഇന്ന് അവൈലബിൾ ആണ്. എക്ലിപ്സ്, കോഡ് ബ്ലോക്സ്, അതുപോലെ VS കോഡ്, ആറ്റം, അങ്ങനെ ഡിഫറെൻറ്റ് IDEs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൾറെഡി പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും IDEs യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു IDE നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം, അതിനകത്ത് പ്രശ്നമൊന്നും ഇല്ല. എന്നാൽ ബിഗിനർ എന്നുള്ള ലെവലിലുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, അല്ലെ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു IDE എന്ന് പറയുന്നത് VS കോഡ് ആണ്. കാരണം VS കോഡ് ഇച്ചിരൂടെ സ്മൂത്ത് ആണ്, ഇച്ചിരൂടെ എഫിഷ്യൻ്റ് ആണ്. അതിൽ ഒരുപാട് എക്സ്റ്റൻഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. എക്സ്റ്റൻഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ക്രോം ഉണ്ടെങ്കിൽ ക്രോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ല ഏത് ബ്രൗസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് VS കോഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. VS കോഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ ഡൗൺലോഡ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ഡിഫറെൻറ്റ് OSൽ സപ്പോർട്ടബിൾ ആണ് ഈ ഒരു VS കോഡ് എന്ന് പറയുന്ന ഈ ഒരു IDE. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ വിൻഡോസ് ഉണ്ട്, അതുപോലെ ലിനക്സിൻ്റെ തന്നെ 2 ഡെബിയൻ, അതുപോലെ RPM, അങ്ങനെ 2 വേർഷൻസ് ഉണ്ട്. ഡിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ MacOS ഇന്ന് അവൈലബിൾ ആണ്, MacOS ഉണ്ട്. അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചുള്ള നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആയിരിക്കും. വിൻഡോസ് ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ ഒരു EXE ഫയലിനെ ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കാണിച്ചു തരുന്നില്ല. അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് വിടുക, വേറെ കാര്യങ്ങളൊന്നും അതിനകത്തിലില്ല. അപ്പോൾ നിങ്ങൾ VS കോഡ് വൺസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലൊരു പേജ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അവിടെ വേർഷൻ്റെ ഒരു ചെറിയൊരു ടാബൊക്കെ നിങ്ങൾക്ക് വരും, അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയുക. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പേര് കൊടുക്കുക. നിങ്ങൾക്ക് സൈറ വെബ് ഡെവലപ്മെൻറ്റ് എന്നോ സൈറ കോഴ്സ് എന്നോ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഞാനിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പേരിലൊരു OS അല്ല, ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ VS കോഡ് ഓപ്പൺ ചെയ്യുക. ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിലൂടെ കാണും. ഇതേ കണ്ടില്ലേ,
ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഫയൽ എന്ന്. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലായിട്ട് ഒരു ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഫയൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ അല്ലെങ്കിൽ ഓപ്പൺ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും. അതായത് നിങ്ങളുടെ കോഡിനകത്തുള്ള മീൻസ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾഡേഴ്സ് മുഴുവൻ അവിടെ കാണിച്ചു തരും. ഹോമിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൾഡർ എന്ന് പറയുന്ന സൈറ കോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ആ ഒരു ഫോൾഡറിൻ്റെ പേരൊക്കെ കാണിച്ചു തരും. സൈറ കോഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേര്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മുടെ HTML ഫയൽസ്, മീൻസ് നമ്മൾ HTML ആണ് ഇപ്പോൾ പഠിക്കുന്നത്. HTMLൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോൾഡറിനുള്ളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഈ സൈറ കോഴ്സും തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പം ഞാൻ സുജിത്ത് എന്ന് കൊടുക്കാം. എൻ്റെ പേര് സുജിത്ത് എന്ന് ഞാൻ കൊടുക്കുകയാണ്. സുജിത്ത് ഡോട്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .html എക്സ്റ്റൻഷൻ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എത്ര ഫയൽസ് വേണമെങ്കിലും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, അതിനകത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .html ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫയൽ വർക്ക് ആവുകയുള്ളൂ. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സുജിത്ത് .html എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു പേര് ഞാൻ കൊടുത്തതേ ഉള്ളൂ. എൻ്റെ പേരാണ് എൻ്റെ മനസ്സിൽ വന്നത്, അതുകൊണ്ട് ഞാൻ കൊടുത്തു. അപ്പം സുജിത്ത് .html എന്ന് പറയുന്ന ആ ഒരു ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് HTML ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, എന്നാൽ ഇതിനുള്ളിൽ എങ്ങനെയാണ് ടാഗുകൾ എഴുതുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടാഗിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാഗ് എങ്ങനെയാണ് എഴുതുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ഏതൊക്കെയാണ് സെക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി ബിഗിനറിനുള്ളതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. എന്തെങ്കിലും പുതിയതായിട്ടൊരു അറിവ്, പുതിയതായിട്ടൊരു നോളജ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ HTML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്തിൽ നമ്മൾ ഫസ്റ്റ് ടാഗ് എഴുതാൻ പോകണം. ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് റൂട്ട് ടാഗാണ്. ഏതൊരു HTML ഫയൽ നിങ്ങൾ എടുത്താലും, ഏതൊരു HTML ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താലും അതിന് നിർബന്ധമായിട്ടും വേണ്ട ഒരു പേരൻറ്റ് ഫോൾഡറാണ് ടാഗാണ് HTML ടാഗ് എന്ന് പറയുന്നത്. അത് എഴുതാനായിട്ട് അപ്പം നമ്മൾ ടാഗ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടാഗ് എഴുതുന്നതിനൊരു സിൻടാക്സ് ഉണ്ട്. ആദ്യം ലെസ് ദാൻ സിമ്പിൾ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ടാഗിൻ്റെ പേര്, ഇപ്പോൾ ഞാൻ HTML എന്ന് പറയുന്ന ടാഗാണ് എഴുതുന്നതെങ്കിൽ HTML ആ ടാഗിൻ്റെ പേര് എഴുതി, എന്നിട്ട് അത് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളൂടെ കൊടുക്കുക. അപ്പോൾ അവിടെ VS Code ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ ടാഗ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതായത് ഒരു ടാഗ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ലെസ് ദാൻ സിമ്പിൾ, അതിനുശേഷം ഒരു \, അത് കഴിഞ്ഞ് നിങ്ങളുടെ ടാഗിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അതായത് ഈ ഒരു ടാഗ് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു \, ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഓർക്കണം, ഒരു ടാഗ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി അത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, എറർ വരും. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന HTML ടാഗാണ്. ഏതൊരു HTML ഫയലിൻ്റെയും റൂട്ട് എന്ന് പറയുന്നത്, പേരൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു HTML ടാഗാണ്. നമ്മൾ ഇനി എഴുതാൻ പോകുന്ന എല്ലാ ടാഗും, അതായത് HTMLലുള്ള എല്ലാ ടാഗും നമ്മൾ എഴുതുന്നത് ഈ ഒരു HTML ടാഗിനുള്ളിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ പഠിക്കാം. അതായത് HTMLനകത്ത് മെയിനായിട്ടും 2 സെക്ഷൻസ് ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹെഡ് സെക്ഷനാണ്. ഹെഡ് സെക്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്കറിയാം HTMLനകത്ത് എല്ലാ ടാഗും എന്ത് എഴുതിയാലും അത് ടാഗായിട്ടാണ് എഴുതുന്നത്. ആ ടാഗ് എഴുതാനായിട്ട് ആദ്യം ലെസ് ദാൻ സിമ്പിൾ എഴുതുക, HEAD ഹെഡ് ടാഗ്, ആ ടാഗിൻ്റെ പേര് ഞാൻ എഴുതി. അത് ക്ലോസ് ചെയ്യാനായിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുമ്പോൾ നിങ്ങളുടെ VS Code നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ടാഗ് കൂടെ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ HTML ടാഗ് എഴുതി, അതാണ് റൂട്ട് ടാഗ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ ഹെഡ് ടാഗ് എഴുതി. അതായത് 2 സെക്ഷൻസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് സെക്ഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹെഡ് ടാഗ് എഴുതി അത് ക്ലോസ് ചെയ്തു. ഹെഡ് ടാഗിനുള്ളിൽ എന്താണ് ആക്ച്വലി വരുന്നത്? ഹെഡ് ടാഗിനുള്ളിൽ മെറ്റാ ഡേറ്റാസ് ആണ് വരുന്നത്. അതായത് നമ്മളുടെ HTML, അതായത് ഈ ഒരു HTML സുജിത്ത്.html എന്ന് പറയുന്ന ഈ ഒരു ഫയലിനകത്ത് നിങ്ങൾ എക്സ്ട്രാ ലിങ്കോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മെറ്റാ ഡേറ്റ എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ CSSനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ.
അപ്പോൾ CSSൻ്റെ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. അതായത് CSSൻ്റെ ഫയൽസൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ .html എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ CSSൻ്റെ .css എന്നുള്ള ഫോർമാറ്റുള്ള ഫയൽസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതിനെ നിങ്ങൾക്ക് ഈ ഒരു HTML-നകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ആ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഹെഡ് ടാഗിനുള്ളിലായിരിക്കും അത് എഴുതുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ റൺ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ഹെഡ് ടാഗിനകത്തായിരിക്കും എഴുതുന്നത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മെറ്റാ ഡേറ്റാസ്, അതായത് എക്സ്ട്രാ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതുന്നത് ഈ ഒരു ഹെഡ് ടാഗിനകത്തായിരിക്കും. അതായത് നമ്മൾ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫയൽ എനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെ ഓപ്പൺ ചെയ്യുക? നമുക്ക് HTML ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രൗസറിൻ്റെ ഹെൽപ്പ് വേണം. ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോൾഡർ ഞാൻ എടുത്തു. ഫോൾഡറിനകത്ത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത sujith.html എന്ന് പറയുന്ന ഫയൽ എടുത്തു. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ഞാൻ ഗൂഗിൾ ക്രോം ആണ് കൊടുക്കുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ ഈ ഒരു ഫയൽ ഓപ്പൺ ആയി വരും. അതായത് .html കണ്ടില്ലേ, sujith.html എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആയി വരും. കറൻ്റ്ലി നമ്മൾ ഇതിനകത്തിൽ കോണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. കോണ്ടന്റ് ഒന്നും കൊടുക്കാത്ത പക്ഷം ഇതിനകത്തിൽ ഒന്നും കാണിച്ചു തരത്തില്ല, കാരണം ഇത് ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ടൈറ്റിൽ, അതായത് ഈ ഒരു വെബ് പേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ കാണുന്ന സംഭവമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്താലോ? ഇപ്പോൾ ഇതിൻ്റെ ഫയലിൻ്റെ നെയിം ആയിരിക്കും കാണിച്ചു തരുന്നത്, എന്നാൽ നമുക്കിത് എഡിറ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഫയലിലേക്ക് വരുന്നു. ഫയലിലേക്ക് വന്നതിന് ശേഷം ടൈറ്റിൽ ടാഗ് എഴുതാൻ പോവാണ്. ലെസ് ദാൻ സിമ്പിൾ എഴുതി TITLE ടൈറ്റിൽ. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തു. അപ്പം ടൈറ്റിൽ ക്ലോസ് ആയി അവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയില്ല എങ്കിൽ നിങ്ങൾ തന്നെ മാനുവലി ഇത് ക്ലോസ് ചെയ്യുക. എൻ്റെ VS കോഡിനകത്ത് അത് തന്നെ അതിനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി VS കോഡിനകത്ത് ആ ഒരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും അത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഇതിനുള്ളിലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് എന്ത് ടൈറ്റിലാണ് നമ്മളുടെ വെബ് പേജിൽ കാണേണ്ടത് എന്ന്. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൈറ വെബ് പേജ് എന്ന് കൊടുക്കാം. ചുമ്മാ ജസ്റ്റ് ഒരു ടൈറ്റിൽ, ഒരു ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി സൈറ വെബ് പേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലോ? അതിനായിട്ട് നിങ്ങളുടെ ബ്രൗസറിലേക്ക് പോവുക, ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും, അതായത് നിങ്ങളുടെ VS കോഡിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും അത് കാണാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഇത് റീലോഡ് ചെയ്യാതെ എങ്ങനെ കാണാമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ റീലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ആ ടൈറ്റിൽ ഇവിടെ മാറി. ഞാൻ കൊടുത്ത സൈറ വെബ് പേജ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ അവിടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെബ് പേജിൽ നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് സെക്ഷനെ പറ്റി പഠിച്ചു. അതിനകത്ത് നമ്മൾ ടൈറ്റിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ ഹെഡ് സെക്ഷനകത്ത് തന്നെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് വരും. അത് വരും ക്ലാസ്സുകളിൽ. നമുക്ക് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് പഠിക്കും, ഓരോ ടാഗുകളും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. HTML എന്ന് പറയുന്ന ഒരു റൂട്ട് ടാഗ് ഉണ്ട്, അതിനുള്ളിൽ ഒരു ഹെഡ് സെക്ഷൻ ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് മെറ്റാ ഡേറ്റാസ് ഒക്കെ പാസ് ചെയ്യാൻ പറ്റും. മെറ്റാ ഡേറ്റാസിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ് പേജിൻ്റെ ടൈറ്റിലിനെ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ സൈറ വെബ് പേജ് മാറ്റിയതിന് ശേഷം സൈറ കോഴ്സ് എന്ന് കൊടുത്തു. ചുമ്മാ സൈറ കോഴ്സ് എന്ന്, ജസ്റ്റ് ഒരു ഡമ്മി ഡേറ്റ. അപ്പോൾ നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് മാറി സൈറ കോഴ്സ് ആവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ടൈറ്റിൽ ടാഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബോഡി സെക്ഷനാണ്. ബോഡി സെക്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ലെസ് ദാൻ സിമ്പിൾ എഴുതുക, BODY ആ ടൈറ്റിലിൻ്റെ മീൻസ് ആ ടാഗിൻ്റെ പേര് അവിടെ എഴുതുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മളുടെ VS കോഡ് ക്ലോസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഒരു ടാഗ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ക്ലോസ് ചെയ്തിരിക്കണം. ക്ലോസ് ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. ഈ ബോഡി ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തിനാണ് ഈ ബോഡി ടാഗ് യൂസ് ചെയ്യുന്നത്? ബോഡി ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കാണുന്ന കോണ്ടന്റ് എന്താണോ ആ കോണ്ടന്റ് കംപ്ലീറ്റ്ലി നമ്മൾ എഴുതുന്നത് ബോഡിക്കകത്തായിരിക്കും. അതായത് ഒരു ഹെഡിങ് ആയിക്കോട്ടെ, ഒരു പാരഗ്രാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇമേജ് ടാഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ കാണുന്നത് ഈ ഒരു ബോഡി ടാഗിനുള്ളിലായിരിക്കും. നമുക്കത് നോക്കാം. ഫസ്റ്റ് ടാഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് എഴുതി പഠിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോഡി ടാഗ് പഠിച്ചു. അപ്പം 2 സെക്ഷൻസ് ഉണ്ട്. ഇവിടെ ഹെഡ് സെക്ഷൻ ഉണ്ട്, അതുപോലെ ബോഡി സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ബോഡിക്കകത്ത് നമുക്ക് എന്താ എഴുതി കൊടുക്കാൻ പറ്റുക? ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാഗ് നമ്മൾ പഠിക്കാൻ പോവാം. അതായത് നമ്മളുടെ യൂസറിന് കാണുന്ന ഫസ്റ്റ് ടാഗ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, അതായത് ഹെഡിങ് ടാഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഹെഡിങ് ടാഗിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കാം. അപ്പോൾ ഹെഡിങ് ടാഗ് എങ്ങനെ എഴുതുന്നത്?
ഹെഡിങ് തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം. H1 ടാഗ്. അതായത് ഒരു ഹെഡിങ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് H1 ടാഗ് അല്ലെങ്കിൽ H1 to H6 ടാഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഹെഡിങ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ H1 എന്നാണ് ടാഗിൻ്റെ പേര്. H1 ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഹെഡിങ് കാണണമെങ്കിൽ ഈ ടൈറ്റിൽ എഴുതി കൊടുത്ത പോലെ തന്നെ നമുക്ക് വേണ്ട കോണ്ടന്റ് എന്താണോ, വേണ്ട ഹെഡിങ് എന്താണോ ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് ഈ ഒരു ടാഗിനുള്ളിൽ എഴുതി കൊടുക്കാം. ഞാനിവിടെ വെൽക്കം ടു സൈറ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നുണ്ടോ നോക്കിയാലോ, അതായത് ഹെഡിങ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിലേക്ക് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യുക. കണ്ടില്ലേ, ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. അതായത് വെൽക്കം ടു സൈറ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ഹെഡിങ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് H1 ടാഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ H1 തൊട്ട് H6 വരെ ഉണ്ട്. അതായത് ഹെഡിങ് ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്. H1 ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്, H4 ഉണ്ട്, H5 ഉണ്ട്, H6 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയാൽ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് അടുത്തത് H2 എഴുതി നോക്കാം. H2വിനകത്ത് ഞാൻ സെയിം കോണ്ടന്റ് കൊടുക്കുകയാണ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം കോണ്ടന്റ് വെൽക്കം ടു സൈറ എന്ന് പറയുന്ന സെയിം കോണ്ടന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കിയാലോ. നോക്കാം. റീലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ വെൽക്കം ടു സൈറ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാ, ഈ ഒരു വെൽക്കം ടു സൈറ എന്ന് പറയുന്ന ഈ ഒരു ടാഗ് ഇച്ചിരി വലുപ്പമുള്ള ടാഗാണ് അല്ലേ. അതായത് മീൻസ് ആ ഹെഡിങ് ഇച്ചിരി വലുപ്പമുള്ള ഹെഡിങ് ആണ്. അത് ഇപ്പം H2 യൂസ് ചെയ്ത സമയത്ത് കണ്ടില്ലേ അതിനെക്കാട്ടിലും ഇച്ചിരൂടെ ചെറുതാണ്. H1-നെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാണ് H2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത H3 എന്ന് പറയുന്ന അത് യൂസ് ചെയ്താലോ നോക്കാം. H3 ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. H3 ടാഗിനകത്ത് ഞാൻ സെയിം കോണ്ടന്റ് ആണ് കൊടുക്കുന്നത്, വെൽക്കം ടു സൈറ എന്ന് പറയുന്ന കോണ്ടന്റ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ബ്രൗസർ എടുത്തു, റീലോഡ് ചെയ്ത സമയത്ത് കണ്ടില്ലേ H3 കണ്ടില്ലേ H2-നെക്കാട്ടിലും ഇച്ചിരൂടെ ചെറുതാണ്. ഇങ്ങനെ ചെറുതായി നിങ്ങൾക്ക് മാക്സിമം H6 വരെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് H6 വരെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എൻ്റെ കോഡ് എടുക്കുന്നു. H3 കഴിഞ്ഞതിന് ശേഷം H4 ആണ്. ഞാൻ വെൽക്കം ടു സൈറ തന്നെ ആഡ് ചെയ്തു. അതേപോലെ H4 കഴിഞ്ഞതിന് ശേഷം H5 ആണ്. H5 ആഡ് ചെയ്തു. ഞാൻ ഡിഫറൻറ്റ് ടൈപ്സ് കാണിച്ചു തരുവാണ്. ഒരിക്കലും വെബ്സൈറ്റിൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്നും യൂസ് ചെയ്യത്തൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഹെഡിങ് കാണും, അതിനൊരു സബ് ഹെഡിങ് കാണും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 സബ് ഹെഡിങ് വരെ കാണുള്ളായിരിക്കും അല്ലേ. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മളെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ ഇവിടെ എഴുതുന്നത്. ഇനി നമുക്ക് H6 എടുത്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ കോണ്ടന്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുക്കാം. ജസ്റ്റ് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വെബ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, വെബ് ഡെവലപ്മെൻറ്റ് അല്ലേ വേണ്ട, ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ H6-നകത്ത് നമ്മൾ കോണ്ടന്റ് ആഡ് ചെയ്തു. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതെല്ലാം, അതായത് H1 എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരുന്നു. H2-ലേക്ക് വന്നപ്പോൾ ഇച്ചിരൂടെ ചെറുതായി, H3-ലേക്ക് വന്നപ്പോൾ പിന്നെയും കുറച്ചുകൂടി ചെറുതായി, H4-ലേക്ക് വന്നപ്പം അതിനേക്കാട്ടിലും ഇച്ചിരൂടെ ചെറുതായി, H5-ലേക്ക് വന്ന സമയത്ത് ഒന്നുകൂടെ ചെറുതായി, H6 ആണ് ഏറ്റവും ചെറുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽക്കം ടു സൈറ തന്നെ സെയിം കോണ്ടന്റ് തന്നെ കൊടുത്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ ഇതിനെക്കാട്ടിലും എല്ലാം ഏറ്റവും ചെറുതാണ്. അപ്പോൾ നമുക്ക് H7 യൂസ് ചെയ്താലോ. H7 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ H7 ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. H7 യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെൽക്കം ടു സൈറ തന്നെ കൊടുക്കാം. വെൽക്കം ടു സൈറ. ഇത് വർക്ക് ചെയ്യുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ എന്തോ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. ഇതിനെക്കാട്ടിലും ചെറുതാണോ ഇത്? അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫോണ്ട് തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? നിങ്ങളുടെ HTML പേജിനകത്ത് നിങ്ങൾ എന്ത് എഴുതി കൊടുത്താലും അത് നിങ്ങളുടെ ഡോമൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഡോമിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം, ജസ്റ്റ് അറിയാതെ പറഞ്ഞു പോയതാണ്, അത് വിട്ടേക്കുക. ഡോമിനെ പറ്റി നമ്മൾ ഡെഫിനറ്റ്ലി ഇനി ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സസ് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ബ്രൗസർ അതിനെ റീഡ് ചെയ്യും. നിങ്ങൾ എന്ത് എഴുതി കൊടുത്താലും, ചുമ്മാ എന്തെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മൈ നെയിം ഈസ് സുജിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് റീഡ് ചെയ്യും. നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്.
കണ്ടില്ലേ, മൈ നെയിം ഈസ് സുജിത്ത് എന്ന് പറഞ്ഞ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു ടാഗിനകത്തുള്ള സംഭവമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് അല്ലേ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താണോ നമ്മളത് കാണുന്നത്. ഇപ്പോൾ ഒരു ഹെഡിങ് ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ആണ് അല്ലേ, അപ്പോൾ അതിനെ നമ്മളൊരു ടാഗിനുള്ളിൽ എഴുതി, അപ്പോൾ അതെന്താ ഇമ്പോർട്ടൻ്റ് ആയി, അതൊരു ഹെഡിങ് ആയി. എന്നാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കോണ്ടന്റ് ചുമ്മാ എഴുതി കൊടുത്താലും അത് നിങ്ങളുടെ HTML റീഡ് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ കാണിച്ചു തരും. പക്ഷേ അതൊരിക്കലും ഹെഡിങ്ങോ അല്ലെങ്കിൽ പാരഗ്രാഫോ ആവത്തില്ല. ഓക്കെ, അപ്പോൾ H7 വർക്ക് ചെയ്യത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഹെഡിങ് ടാഗിനെ പറ്റി പഠിച്ചു. ഹെഡിങ് ടാഗിനെ പറ്റി ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അതായത് H1, H2, H3, H4, H5, H6 അങ്ങനെ 6 ടൈപ്സ് ഓഫ് ഹെഡിങ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരഗ്രാഫ് ടാഗിനെ പറ്റിയാണ്. പാരഗ്രാഫ് ടാഗിനെ പറ്റി നമുക്ക് നോക്കാം. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഈ ഒരു കോഡ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ P ടാഗ് യൂസ് ചെയ്യുകയാണ്. പാരഗ്രാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് P ടാഗ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. അതായത് P ഫോർ പാരഗ്രാഫ്. പാരഗ്രാഫ് ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മൾ ഇനിയുള്ള എല്ലാ ടാഗുകളും ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് എഴുതുന്നത്. വളരെ സിമ്പിളാണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്തു, പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തു. ഇതിനുള്ളിലാണ് നമ്മുടെ പാരഗ്രാഫ് എഴുതുന്നത്. പാരഗ്രാഫായിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു ഡമ്മി കോണ്ടന്റ് കൊടുക്കാം. വെബ് ഡെവലപ്മെൻറ്റ് is the best choice in 2024 ബെസ്റ്റ് ചോയ്സ് ആണ് അല്ലേ, ഡെഫിനറ്റ്ലി ബെസ്റ്റ് ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ P ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു, P ടാഗ് നമ്മൾ എഴുതി. നമുക്കിനി നോക്കിയാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യുകയാണ്. റീലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആ ഹെഡിങ് അവിടെ വരുന്നുണ്ട്, അതേപോലെ തന്നെ ആ പാരഗ്രാഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് പാരഗ്രാഫ് എഴുതുന്നത്. പാരഗ്രാഫ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇവിടെ കുറച്ച് കോണ്ടന്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇച്ചിരി വലിയ ഡേറ്റ അവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ വലിയ ഡേറ്റ കൊടുക്കാനായിട്ട് നിങ്ങളുടെ VS കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് LOREM ലോറം എന്നടിച്ചു കൊടുക്കുക. ലോറം എന്നടിച്ചു കൊടുത്ത് ജസ്റ്റ് അപ്പം ലോറം എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു അബ്രിവേഷൻ അവിടെ വരുന്നുണ്ട്, ഒരു ജസ്റ്റ് ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിനൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ VS കോഡ് കുറച്ച് ഡമ്മി ഡേറ്റ അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് അതിന് അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പാരഗ്രാഫ് തികയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡമ്മി ഡേറ്റ മാത്രമാണ്. അപ്പം ആ ഡമ്മി ഡേറ്റ കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ലോറം ഇപ്സം എന്ന് പറയുന്ന സംഭവം വന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആ ഒരു പാരഗ്രാഫ് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും ആഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇത് അറിയാവുന്നവരാണെങ്കിൽ ബോറിംഗ് ആയിരിക്കും കുറച്ച്, എന്നാലും കേട്ടിരിക്കുക. നമുക്കിനിയും അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലേക്കും അഡ്വാൻസ്ഡ് ലെവലിലേക്കും പോകാം. ഞാൻ ഈ ഒരു കോഴ്സ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കരിക്കുലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആബ്സല്യൂട്ട് ബിഗിനറെ ഉദ്ദേശിച്ചാണ്. അതായത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കും നല്ല രീതിയിൽ ഇത് പഠിക്കാൻ പറ്റണം, ചെയ്യാൻ പറ്റണം. ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മീൻസ് അഡ്വാൻസ്ഡ് ലെവല് പോകാതെ തന്നെ ബേസ് തൊട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ കുറച്ച് ടാഗുകൾ, ഒരു 3-4 ടാഗുകൾ ടാഗൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ടാസ്കുകൾ തരാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ തരാം. ആ ടാസ്കുകൾ തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറുക, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ഡൗട്ട്സ്, അവിടെ ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 24/7 ഞങ്ങളവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കുക, പഠിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത ടാഗുകളും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഓക്കെ.